മുഖ്യമന്ത്രി വി ഡി സതീശൻ തൻ്റെ ആദ്യ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച സ്വപ്ന സമാനമായ പദ്ധതിയായിരുന്നു മിഷൻ സമുദ്ര. അതായത് കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കിക്കൊണ്ട് കടലിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് അതൊരു മികച്ച നിർദ്ദേശമാണ്. കാരണം കേരളത്തിൻ്റെ തീരപ്രദേശം നമുക്കറിയാം, ഇവിടെ നിന്ന് തുടങ്ങി അങ്ങ് അറ്റം വരെ അങ്ങ് പോയി. അതെ. അപ്പോൾ അതിന് പിന്നാലെയാണ് അദാനി വിവാദം വരുന്നത്. അദാനിയുടെ ഓഹരികൾ എം എസ് സി കമ്പനിക്ക് അത് സതീശന്റെ ഒത്താശയോടെയാണെന്ന് പ്രതിപക്ഷം ഇറക്കിയ ആ ഒരു ഓഹരി വിവാദം. അത് പക്ഷേ ആ ഭാഗത്തുകൂടി അങ്ങ് പോയി. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം എനിക്ക് തോന്നുന്നു എന്തോ ഒരു പുറത്തുള്ള ഒരു ചർച്ചയിലും മറ്റുമാണ് പറയുന്നത്, കേരളത്തിൽ ടാറ്റ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കും എന്ന് പറയുന്നത്. 10,000 കോടി മുതൽ മുടക്കില്. എവിടെ? ആക്കുളത്തോ? എവിടെയായിരുന്നു? പൂവാറെന്നൊക്കെയാണ് സൂചിപ്പിച്ചത്. സ്ഥലം പറഞ്ഞില്ലായിരുന്നു, എന്നാലും തിരുവനന്തപുരം വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട സമയപ്രദേശങ്ങളിലായിരിക്കും എന്നൊക്കെയാണ് പൊതുവെ പറഞ്ഞു കേട്ടത്. നമ്മളൊക്കെ പൊതുവെ കരുതിയത് വിഴിഞ്ഞം തുറമുഖം വരുമ്പം അതിൻ്റെ ഒരു അനുബന്ധ ഘടകം പോലെ ഇങ്ങനെ ഒരു കപ്പൽ നിർമ്മാണശാല വരികയും അത് വലിയ തോതിൽ നമുക്ക് ഗുണകരമായി മാറുകയും ചെയ്യുമെന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ ഇന്നലെ വളരെ പോസിറ്റീവായി എല്ലാവരും പ്രതികരിച്ചു. അത് സംബന്ധിച്ച് വാർത്തകൾ ഒരുപാട് മാധ്യമങ്ങളിൽ വരികയും ചെയ്തു. ടാറ്റ ഗ്രൂപ്പ് ഇവിടെ 10,000 കോടി രൂപയുടെ മുതൽ മുടക്ക് നടത്താൻ പോകുന്നു, നിക്ഷേപം നടത്താൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കും. മാത്രമല്ല ഈ സമുദ്ര പദ്ധതിയെ ബന്ധപ്പെട്ടാകുമ്പോൾ നമുക്കത് വലിയ നേട്ടമായി മാറുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പുമായിരുന്നു വന്നിരുന്നെങ്കിൽ. അതെ. അപ്പോൾ എന്താണെങ്കിലും ഇന്നിപ്പോൾ ടാറ്റ ഗ്രൂപ്പ് അത് നിഷേധിച്ചു എന്ന് പറഞ്ഞ് എക്കണോമിക്സ് ടൈംസിൽ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്ത ബ്ലൂംബെർഗിനാണെന്ന് തോന്നുന്നു. ബ്ലൂംബെർഗിനാണ് കൊടുത്തത്. അതിലാണ് പറഞ്ഞിരിക്കുന്നത്. എക്കണോമിക്സ് ടൈംസിൽ ഈ വാർത്ത വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന എല്ലാവരും ഒന്ന് ഏറ്റെടുക്കുകയും ഇന്നലെ വലിയ വലിയ വാർത്തകൾ വരികയും ഇന്ന് അതിൻ്റെ ഫോളോ അപ്പുകൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണിത്. ഇപ്പോൾ നമുക്ക് കേരളത്തിലെന്നല്ല ഒരിടത്തും ടാറ്റ കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കുന്നില്ലെന്നാണ് കമ്പനിയുടെ വിശദീകരണം. മാത്രമല്ല ഇന്നലെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കിയ മറ്റൊരു കാര്യം, തൃശ്ശൂരിലുള്ള ഒരു എന്താണ് ഈ സ്വർണ്ണ ഗോൾഡ് ലോൺ സ്ഥാപനം ടാറ്റ അവരെ ഏറ്റെടുത്തിരുന്നു. ചരിത്ര സംഭവമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ഗോൾഡ് ലോൺ നടത്തുന്ന ഒരു സ്ഥാപനം, യോഗക്ഷേമ സമയം അങ്ങനെ സംതിങ് എന്നാണ് എൻ്റെ പേര്, തൃശ്ശൂരുള്ള. അത് വലിയ ഒരു ഈ സ്വർണ്ണ പണയത്തിന് മേൽ പണം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് ടാറ്റ ഏറ്റെടുത്തിരുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ മൊത്തത്തിൽ ടാറ്റ എല്ലാ മേഖലകളിലും അവർ ശക്തമായ സാന്നിധ്യമായി മാറാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന ഇത് നമുക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കും ആളുകൾ പെട്ടെന്ന് തന്നെ ഇക്കാര്യം വളരെ സജീവമായി ചർച്ച ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ എന്താണ് ശരിക്കും വി ഡി സതീശൻ പറഞ്ഞതിന് നേർ വിപരീതമാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരുന്നത് പദ്ധതിയുടെ പ്രപ്പോസൽ ലഭിച്ചുവെന്നും 1 മാസത്തിനകം ആവശ്യമായ ചർച്ചകൾ പൂർത്തിയാക്കി അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് സതീശൻ പറയുന്നത്. അതെ, പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. മുഖ്യമന്ത്രി അടിസ്ഥാനത്തിലാണ് പിന്നെ ഇത് പറഞ്ഞതെന്നൊക്കെ മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൻ്റെ ആധികാരികത ഉണ്ടല്ലോ. വി ഡി സതീശൻ വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പ്രപ്പോസൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വിശ്വാസം വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവം നടന്നില്ല. കേരളത്തിലെന്നല്ല ഇന്ത്യയിലെടുത്ത് ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നില്ല ടാറ്റ കമ്പനി പറയുമ്പോൾ അത് കുറച്ച് അത്ഭുതകരമാണ്. ഈ മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നും ഇത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വലിയ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ തന്ത്രപ്രധാന നീക്കമെന്നും ഈ ബ്ലൂംബെർഗിൻ്റെ അഭിമുഖത്തിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് എന്താണെന്നറിയാം. ഇത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെ സതീശൻ ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ മനസ്സിലാവാത്തത്. അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അത് ആധികാരികമായിരിക്കണം. സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നത് പ്രപ്പോസൽ കിട്ടിയെന്ന് പറയുന്നതാണ് ഇതിൽ മനസ്സിലാവാത്തൊരു കാര്യം. അവിടെയാണ് പ്രപ്പോസൽ കിട്ടിയെന്ന് മുഖ്യമന്ത്രി പറയുകയും ഞങ്ങൾ ഒരിടത്തും ഇങ്ങനെ പ്രസ്ഥാനം തുടങ്ങാൻ പോകുന്നില്ല എന്ന് ടാറ്റ കമ്പനി വ്യക്തമാക്കുകയും ചെയ്തത് ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. സതീശന് ഒരു തിരിച്ചടിയാണ്. സതീശന് മാത്രമല്ല, കേരളത്തിൻ്റെ ആ ഒരു മുഖ്യമന്ത്രി എന്നുള്ള പദവിക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ട് വന്നിരിക്കുകയാണ്. സതീശനെ കുറിച്ച് പിന്നെ പ്രതിപക്ഷം പ്രചരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇതായിരുന്നു, പ്രചാരണ ആയുധം. സതീശൻ നുണ പറയുന്ന ആളാണ് എന്ന് അറിഞ്ഞാണ്. അങ്ങനെയാണ് അവർ അദ്ദേഹത്തിന് ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രോപ്പഗൻഡ കൊണ്ടുവരുന്നത്, നുണേശൻ ഫലിതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേജുകൾ സൃഷ്ടിക്കുകയും അവയെല്ലാം പിന്നീട് പോവുകയൊക്കെ ചെയ്തു. എം വി നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രചാരണം സതീശനെയായിരുന്നു ഏറ്റവും അധികം ഈ പ്രതിപക്ഷം ഭയപ്പെട്ടിരുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷം, അന്നത്തെ ഭരണപക്ഷം അവർക്കറിയാമായിരുന്നു സതീശനിൽ നല്ല സ്പാർക്കുണ്ട്, സതീശൻ മിടുക്കനായ നേതാവാണ്, അയാൾ ഒറ്റയ്ക്ക് മതി ഞങ്ങളെ തീർക്കാൻ എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ശരി, അങ്ങനെയുള്ള ഒരവസരത്തിൽ അതിനുശേഷം അദ്ദേഹം വന്നിട്ട് ഉള്ള സംസാരങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പോലും അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടു. യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആ പത്രസമ്മേളനം, അതിനെ തുടർന്ന് KSU ഇടഞ്ഞു നിൽക്കുകയാണ്.
അപ്പോഴാണ് ഇപ്പോൾ ഈ ബ്ലൂംബർഗിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ഈ കപ്പൽ നിർമ്മാണശാല എന്ന പദ്ധതി ഇല്ല എന്ന് ടാറ്റ തന്നെ പറഞ്ഞിരിക്കുന്നു. ടാറ്റ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ടാറ്റ കമ്പനിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവി വഹിച്ചിരുന്നുള്ള R.K. കൃഷ്ണകുമാർ, അത് മലയാളിയാണ്, തലശ്ശേരിക്കാരനാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ടാറ്റ കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ടാറ്റയിലെ പ്രധാനപ്പെട്ട അവിടുത്തെ ഏറ്റവും വലിയ പദവികളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തമായ തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനൊക്കെ ഉള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ ലിമിറ്റഡ്, അതിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ എല്ലാ കാര്യത്തിലും അദ്ദേഹം വളരെ സജീവമായി ഇടപെട്ടുന്ന ഒരാളാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ വരാനൊക്കെ തന്നെ അദ്ദേഹം വലിയതുപോലെ സഹായിച്ചത്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ആളവിടെ ഇല്ല. അദ്ദേഹം അന്തരിച്ചു, അദ്ദേഹം ഇല്ല. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് നമുക്ക് കൂടുതൽ സഹായകരമാകുമായിരുന്നു. കാരണം ടാറ്റ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യതയുടെ ഒരു അടയാളമാണ് ടാറ്റ കമ്പനി എല്ലാ കാലത്തും. അപ്പോൾ അവരൊരു കാര്യം കേരളത്തിൽ തുടങ്ങാൻ വരുന്നു എന്ന് പറയുമ്പോൾ അത് നടപ്പിലാക്കിയിരിക്കും. അത് ഒരിക്കലും ഒരു വാഗ്ദാന ലംഘനമൊന്നും നടക്കുന്ന സ്ഥാപനമല്ല അവർ. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ടാറ്റ ഗ്രൂപ്പ് വരുന്നതോടെ കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ പൂർണ്ണമായിട്ടും മാറി മറിയുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ വിശദാംശങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നത്. എന്താണെങ്കിലും ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് തന്നെ ഇത് മാറിക്കഴിഞ്ഞു. അതെ, ഇത് നമ്മൾ എന്താണെന്നുള്ളത് അന്വേഷിക്കണം. സർക്കാർ വ്യക്തമാക്കുക തന്നെ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ പ്രപ്പോസൽ ഇന്ത്യയിലോട്ട് നടപ്പിലാക്കുക ടാറ്റ കമ്പനി പറയുമ്പോൾ അതിലെന്താണ് അതിൽ സംഭവിച്ചെന്നുള്ളത് അന്വേഷിക്കണം. അപ്പോൾ ഈ മിഷൻ സമുദ്രയിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നിൽ കണ്ടുകൊണ്ടാവാം ഒരു മിഷൻ സമുദ്ര എന്ന് പറഞ്ഞൊരു പദ്ധതി പോലും ഇങ്ങോട്ട് വെച്ചത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തോടെ ടാറ്റയുടെ പേര് പറയുകയും ചെയ്തത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. അതാണ് മാത്രമല്ല, ഈ ടാറ്റ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മേഖല, ഈ മാരിടൈം മേഖല എന്ന് പറയുന്നത് ഒരുപാട് മലയാളികളെ വിദഗ്ധന്മാർ പല വിദേശ രാജ്യങ്ങളിൽ ജോലി വെക്കുന്നവരുണ്ട്. അവരാരാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ആളിനെയൊക്കെ വിളിച്ചു വരുത്തി അവരൊരു ചർച്ച നടത്തി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ മേഖല പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം റിട്ടയർ ചെയ്ത് വിദേശത്ത് ജീവിക്കുന്ന അദ്ദേഹം ഇങ്ങോട്ട് പരിചയപ്പെടുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ബോംബെയിലൊക്കെ പോയി പഠിച്ച് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വിദേശ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലിക്ക് പോയ ആളാണ്. പക്ഷേ അദ്ദേഹം ഒന്നും പ്രതീക്ഷിച്ചിരുന്നു നാട്ടിൽ തിരിച്ച് ജോലി ചെയ്യാൻ വരാം, അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ തന്നെ പോർട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമെന്ന്, വിദേശ കമ്പനികൾ എത്തുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ അവരൊക്കെ തന്നെ മുൻകൈ എടുത്ത് പലപ്പോഴും അന്ന് ഇവിടെ സർക്കാരുകളിലുണ്ടായിരുന്ന പല മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ക്ഷണിച്ചു വിദേശ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആർക്കും കൃത്യമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അവരെ മുന്നിൽ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വന്ന് കൃത്യമായി ചർച്ച നടത്തി. പിന്നെ പുള്ളി പറഞ്ഞു, ഈ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ഈ പോകുന്ന മന്ത്രിമാർക്കൊന്നും എനിക്ക് ഒരു ധാരണയില്ല, IT മേഖലയെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ല. പിന്നീട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പൈസ വേണം. അപ്പോൾ അത് അയാൾ എൻ്റെ അടുത്ത് പച്ചയ്ക്ക് പറഞ്ഞതാണ്. ഒരു ചർച്ച കഴിഞ്ഞപ്പോൾ ഇവിടുന്നുള്ള യോഗ്യന്മാരുടെ ചർച്ച കഴിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഗതികെട്ട ആ സാഹിബ് ചോദിച്ചത് തിരിച്ച് ഈ മലയാളിയുടെ അടുത്ത് ആർ ദേ ബെഗേഴ്സ് എന്ന്. ഇതാണ് അവസ്ഥ. അതാണ് നമുക്ക് ഒന്നാമത് ഈ പദ്ധതിയെക്കുറിച്ച് ഒരു ധാരണ വേണം. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് എത്രത്തോളം നമുക്കിതിന് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രൂപരേഖ അത് കൃത്യമായിട്ട് വേണം. പക്ഷേ ഇതൊന്നുമില്ലാതെ സതീശനെ പോലൊരാൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇത്രയും ബ്ലൂംബർഗ് പോലെയുള്ള ഒരു വേദി, ഇന്റർനാഷണൽ സ്ഥാപനത്തിൽ, വലിയ അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനത്തിന് ഇന്റർവ്യൂ കൊടുക്കുകയും, ആലോചിച്ച് നോക്കുക, ടാറ്റ കമ്പനി നിഷേധിച്ചാലും ബ്ലൂംബർഗ് അവരാ വാർത്ത കൂടെ കൊടുത്താനുള്ള അവസ്ഥ എന്തായിരിക്കും? അതെ, ഈ ബ്ലൂംബർഗ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഏറ്റവും ശ്രദ്ധേയമായ മാധ്യമമാണ്. അവർ ഇത് മുഖ്യമന്ത്രി പറഞ്ഞ് ഇങ്ങനെ അല്ല, ടാറ്റ കമ്പനി പറഞ്ഞ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിഷേധിക്കേണ്ട വാർത്ത കൊടുത്താൽ ഈ ബ്ലൂംബർഗ് ആകുമ്പോൾ വ്യവസായ മേഖലയിലുള്ള ആളുകളെല്ലാം നോക്കുന്ന ഒരു മാധ്യമമാണ്. ഇത് വലിയ നമുക്ക് ദോഷം ചെയ്യും. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല, ഇതെല്ലാം വെറുതെ വ്യാജ വാഗ്ദാനങ്ങളാണെന്ന് അവർ ധാരണ അവർക്കുണ്ടാകും.